നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമല്ലവാരം. ഇതെൻ്റെ 186-ാമത്തെ എപ്പിസോഡാണ്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും നല്ല ക്വാളിറ്റി, ഏറ്റവും നല്ല സ്വഭാവം എന്താണെന്നുള്ളതിനെപ്പറ്റി, എന്താണ് പുരാണങ്ങളും പിന്നെ മറ്റു മതങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ടൈറ്റിൽ ഇതാ: ഈസ് കമ്പാഷൻ ഈസ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് എ ഹ്യൂമൻ ബീയിങ്. കമ്പാഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതല്ല, ഈ അനുകമ്പ എന്നുള്ളതല്ല. ശരിയായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദുഃഖത്തിലുള്ള സഹാനുഭൂതി. അതിനാണ് ഈ കമ്പാഷൻ എന്ന് പറയുന്നത്. അപ്പം അതിന് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇതാണെന്നാണ് എല്ലാ മതങ്ങളും പറയുന്നത്. ഞാൻ വിശദീകരിച്ച് പറയാം. പണക്കാരനാവണമെന്നില്ല ഈ ഒരു സ്വഭാവ ഗുണം നമുക്ക് നേടണമെങ്കിൽ നമ്മൾ പണക്കാരനാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. പിന്നെ കഷ്ടപ്പെടുന്ന ആളുകളോട് കാണിക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന, അവരോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന ഒരു മനസ്ഥിതിയാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. അതായത് അനുകമ്പ മാത്രമല്ല, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അനുകമ്പ എന്ന് പറഞ്ഞ വാക്കുകൾ അത് പൂർണ്ണമായ അർത്ഥമാവത്തില്ല. അവരെ സഹായിക്കുകയും വേണം. ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളും, ബുദ്ധമതം ഉൾപ്പെടെയുള്ള മതങ്ങളും ഇതിനെ അന്യരുടെ ദുഃഖത്തിനോടുള്ള നമ്മുടെ മനസ്സിൻ്റെ സഹകരണത്തെ പറ്റിയാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് സഹാനുഭൂതി എന്ന് തന്നെയാണ് അതിൻ്റെ ചുരുക്കം. മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് നമ്മൾ വിചാരിക്കുമ്പോഴാണ് ഈ കമ്പാഷൻ എന്നുള്ള വികാരം നമ്മൾ അനുവർത്തിക്കുന്നത്. അതായത് നമ്മുടെ ഒരു സ്വഭാവ ഗുണമായിട്ട് വരേണ്ടതാണ് കമ്പാഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ മനഃശാസ്ത്രം പറയുന്നത് മറ്റുള്ളവരുടെ മാനസിക പ്രയാസത്തെ പങ്കുവയ്ക്കാനും അതിന് സഹായിക്കുന്നവരെയുമാണ്. അതായത് ഒരുമിച്ച് ഒരു ദുഃഖം അനുഭവിക്കാനുള്ള മനസ്സിനെ ഉള്ളവരെയാണ് നമ്മൾ മനഃശാസ്ത്രത്തിൽ ഈ കമ്പാഷനേറ്റ് എന്ന് പറയുന്നത്. ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഹിന്ദു തത്വശാസ്ത്രം അനുസരിച്ച് കമ്പാഷൻ്റെ ദൈവമായിട്ട് കാണുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. ഭഗവത്ഗീതയിൽ കമ്പാഷനെ പറ്റി വിവരിക്കുന്ന 2 തരം കമ്പാഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ദൈവങ്ങൾക്കും സന്യാസിമാർക്കും ദൈവത്തിൽ നിന്നും മാറി ആത്മാക്കൾ അനുഭവിക്കുന്ന യാതനയെപ്പറ്റി ചിന്തിക്കുന്നതാണ്. അതായത് ദൈവത്തിൽ നിന്നും വലിയ ജ്ഞാനികളായിട്ടുള്ള സന്യാസിമാർക്കും ഒഴികെ ബാക്കിയുള്ളവർക്ക് വരുന്ന ആ യാതനകളെപ്പറ്റി ഉള്ള ചിന്തകളാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഭൗതിക ജീവിതത്തിൽ മറ്റുള്ളവർ അനുഭവിക്കുന്ന ശാരീരിക അസ്വസ്ഥത കാണുന്ന സാത്വികരായ മനുഷ്യരുടെ വികാരങ്ങളെയും കമ്പാഷൻ എന്ന് പറയാം. കമ്പാഷൻ എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന സഹാനുഭൂതിക്കാണ് ശരിക്കും ഈ കമ്പാഷൻ എന്ന് ഈ ഭഗവത്ഗീത 2 രീതി പറയുന്നുണ്ട്. പിന്നെ ഭഗവത്ഗീത വീണ്ടും പറയുന്നത് ആത്മാക്കൾ സ്വന്തം മോക്ഷം കണ്ടുപിടിക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്നത് ഭൗതിക ലോകത്തിൽ അറിവില്ലായ്മ കൊണ്ട് അവർ സ്വയം ഏറ്റുവാങ്ങുന്ന ശിക്ഷയും വേദനയും കണ്ണീരും കാണുമ്പോഴാണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഈ കമ്പാഷൻ എന്ന് പറഞ്ഞ ഈ സ്വഭാവ ഗുണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഇഹലോക ജീവിതത്തിൽ ഈ കഷ്ടപ്പാടുകളൊന്നും ഉണ്ടാവത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഈ അറിവില്ലായ്മ കൊണ്ട് സ്വയം ഏറ്റുവാങ്ങുന്ന ശിക്ഷയാണ് ഈ നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ കാണുന്ന വേദനകളും രോഗങ്ങളും ഒക്കെയാണെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. ഇനി മോക്ഷം കിട്ടാനുള്ള ഒരു മാർഗം ഞാൻ പല എപ്പിസോഡ്സും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവരുടെ സഹാനുഭൂതി കാണിക്കുക, അല്ലെങ്കിൽ ഈ കമ്പാഷനേറ്റ് ആയി ഉള്ള ആത്മാക്കൾക്ക് മാത്രമേ മോക്ഷം കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ കിട്ടുന്നത് കൊണ്ട് സ്വയം സ്വാർത്ഥത കാണിച്ച് അച്ഛനമ്മയ്ക്കും പോലും കൊടുക്കാതെ നമുക്ക് തന്നെ എല്ലാം അനുഭവിക്കണം എന്നുള്ള ആഗ്രഹത്തോട് ജീവിക്കുന്ന ആളുകളാണല്ലോ ഇപ്പോൾ കൂടുതലുള്ളത്. അവർക്കൊന്നും ഒരു കാലത്തും മോക്ഷം കിട്ടത്തില്ല. കാരണം എന്നാ അവരുടെ ഈ മനസ്ഥിതി എത്ര ജന്മം എടുത്താലും എന്നാണ് ഈ മനസ്ഥിതി മാറുന്നത്, അന്നേ അവർക്ക് ഈ മോക്ഷം കിട്ടി ഇവിടുന്ന് പോകാൻ പറ്റും. ഇനി ഭഗവത്ഗീത പറയുന്നുണ്ട്, നിൻ്റെ ആത്മാവിന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. നിന്റെ കഷ്ടപ്പാടുകൾ മറ്റുള്ളവരിൽ കണ്ട് അവരെ സഹായിച്ചാൽ നിനക്ക് മോക്ഷം കിട്ടുമെന്നാണ് ഭഗവത്ഗീത വീണ്ടും പറയുന്നത്. മാത്രമല്ല അത്യാഗ്രഹം കൊണ്ടോ ഞാനെന്ന ഭാവം കൊണ്ടോ സ്നേഹം കൊണ്ടും മാത്രം മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി സഹായിക്കുന്നവരെയാണ് യഥാർത്ഥത്തിൽ മോക്ഷം കിട്ടുന്നത്. യഥാർത്ഥത്തിൽ മോക്ഷം കിട്ടണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരിൽ ഒരു സഹാനുഭൂതി ഉണ്ടായിട്ട് അവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് നമ്മൾ ഏറ്റെടുത്താൽ നമുക്ക് മോക്ഷം കിട്ടുമെന്നുള്ളത് ഉറപ്പാണെന്നാണ് ഭഗവത്ഗീത വീണ്ടും പറയുന്നത്. പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ ചെറുപ്പത്തിലെ ഭഗവത്ഗീത വായിക്കേണ്ടതായിരുന്നു. അത് വായിക്കാത്തതിൻ്റെ ദുഃഖവും പശ്ചാത്താപവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നെ ഒരു
ഒരു സിംഗിൾ, അതായത് ഒരു ദൈവം എന്ന് പറയുന്ന ഒരാളായിട്ട് ചിന്തിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത് പ്രകൃതിയാണ് ദൈവം എന്നാണ് ഐൻസ്റ്റീൻ്റെ വാദം. പിന്നെ ശരിക്കും കമ്പാഷൻ താഴെ പറയുന്ന പ്രത്യേകതകളുണ്ടെന്നാണ് പറയുന്നത്. കമ്പാഷൻ എന്ന് പറയുന്നതിന്, ആ കമ്പാഷൻ എന്ന് പറയുന്ന വികാരത്തിന് താഴെ പറയുന്ന പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തത്, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളും മനസ്സിലാക്കണം. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും കഷ്ടപ്പാടുകൾ ഏതാണ്ട് ഒരുപോലെയാണ്. വ്യത്യാസം സാഹചര്യത്തിൻ്റെ അല്ലെങ്കിൽ കാലാവസ്ഥയുടെ അനുസരിച്ചുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ ആയി ബന്ധപ്പെടുത്തി ജീവിക്കണം. അതായത് മറ്റുള്ളവരുടെ സങ്കടങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളായിട്ട് നമ്മളത് ബന്ധപ്പെടുത്തി ജീവിച്ചാൽ നമുക്ക് ഭഗവത്ഗീത പറയുന്നത് നമുക്ക് പിന്നെ മോക്ഷം കിട്ടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണെന്നാണ് പറയുന്നത്. പിന്നെ ഭഗവത്ഗീത വീണ്ടും 2-3 കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ കാലത്തെ പറ്റി ഓർത്ത് വിഷമിക്കേണ്ട. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ള പഴയ കാലത്തിനെ പറ്റി ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് പാഠം പഠിക്കണം. പാഠം പഠിച്ചിട്ട് ഇപ്പോഴാണ് നിങ്ങൾ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ഇപ്പോഴത്തെ നിമിഷത്തിലുള്ള ജീവിതം, അതായത് പ്രസൻറ്റ് ടൈം. പാസ്റ്റ് ടൈമിനെ പറ്റി നമ്മൾ ചിന്തിച്ച് സമയം കളയേണ്ട. അതിനെപ്പറ്റി അതിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം പഠിക്കണം. എന്നിട്ട് പ്രസൻറ്റ് ടൈം, അത് വർത്തമാന കാലത്തിൽ നമ്മളത് പിന്നെ എന്തൊക്കെയാണ് നമുക്ക് തെറ്റെന്ന് വെച്ചാൽ മനസ്സിലാക്കി ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസൻറ്റ് ടൈം, അതായത് വർത്തമാനകാലത്തിൽ. ഇനി ഭാവിയെ പറ്റിയാണെങ്കിൽ ഒട്ടും ഉത്കണ്ഠ ചെയ്യേണ്ട കാര്യമില്ല. ഭാവിയെപ്പറ്റി അതിനായിട്ട് നമ്മൾ തയ്യാറെടുക്കണം, അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള പാഠങ്ങളെയൊക്കെ വെച്ച് നമ്മൾ ഭാവിയെപ്പറ്റി നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പോട് കൂടി വേണം ഭാവിയെ നേരിടാൻ. ഇതാണ് ഭഗവത്ഗീത പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഈ നമ്മൾ ഒരാളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്, നമ്മളോട് ആളുകൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അതുപോലെ വേണം നമ്മൾ അവരോടും പെരുമാറാനെന്ന് പറയുന്നത്. നമ്മളോട് ഏത് രീതി പെരുമാറുന്നതാണ് നമുക്കിഷ്ടം, അതേപോലെ തന്നെ വേണം നമ്മൾ മറ്റുള്ളവരോടും പെരുമാറാനെന്നാണ് മനഃശാസ്ത്രവും കാര്യങ്ങളും പുരാണങ്ങളും ഒക്കെ പറയുന്നത്. ഇനി ബുദ്ധമതം പറയുന്നത്, നീ മറ്റുള്ളവരെ സന്തോഷമായി കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കമ്പാഷനായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതായത് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യണം. മറ്റുള്ളവർ സഹാനുഭൂതി കാണിച്ചെങ്കിൽ മാത്രമേ നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റൂ. മാത്രമല്ല, നീ സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ കമ്പാഷനായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതായത് മറ്റുള്ളവരെ സന്തോഷമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിലും നീ കമ്പാഷനേറ്റ് ആയിട്ട് ഇരിക്കണം. നീ സ്വയം സന്തോഷമായിട്ടിരിക്കണമെങ്കിലും നീ കമ്പാഷനേറ്റ് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബുദ്ധമതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഈ കമ്പാഷനേറ്റ് അതിൻ്റെ അർത്ഥം സഹാനുഭൂതി എന്ന് തന്നെയാണ്. അനുകമ്പ, ദയ എന്നൊക്കെ പറയുന്ന കാരുണ്യം എന്നൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരുടെ ദുഃഖത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക, എന്നിട്ട് അവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് മാറുമ്പോൾ മാത്രമേ ഈ കമ്പാഷൻ എന്നുള്ള വാക്കിൻ്റെ പൂർണ്ണ അർത്ഥം കിട്ടത്തുള്ളൂ. ഇനി കമ്പാഷൻ ചെയ്തില്ലെങ്കിലും വേറൊരു കാര്യം പറയുന്നുണ്ട്, പുരാണങ്ങളിലൊക്കെ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ മറ്റുള്ളവരെ ഒരിക്കലും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പം അമ്മ അച്ഛനെയൊക്കെ നോക്കിയില്ലെങ്കിൽ പോലും അവരെ നോവിക്കുന്ന തരത്തിലുള്ള സംസാരം പോലും എല്ലാ മക്കൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെ ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മയോടും അച്ഛനോടും മാത്രമല്ല ആരോടും നമ്മൾ അവരെ നോവിക്കുന്ന രീതിയിലുള്ള സംസാരം ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.